അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം ഇന്നൊരു റീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. ശ്രീ അബ്ദുൾ സലാം, ഇത് കേരള നിയമസഭയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ്, അമ്പല കമ്മിറ്റിയിലേക്കല്ലല്ലോ? അതെന്താ സംശയം? നമ്മളെ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ഏതാണ്ട് 3.6 കോടി ജനങ്ങൾ, 55% ഹിന്ദുക്കൾ, 27% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ, ഓരോ വിശ്വാസ ഗ്രൂപ്പുണ്ട്. അവർക്ക് അവരുടേതായ വൈവിധ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. വ്യക്തികൾ അവരുടെ ആഗ്രഹമനുസരിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കും, അത് സ്വാഭാവികമാണ്. അതെല്ലാം പാർട്ടിയുടെ സ്വഭാവമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും എന്ത് കാട്ടിക്കൂട്ടിയാലും അയാൾ ഇന്നയുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, അത് പാർട്ടിയുടെ സ്വഭാവമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണെന്ന് താങ്കൾ സമ്മതിക്കുകയാണ്? അത്രയും മതി എനിക്ക്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണ് ബി ഗോപാലകൃഷ്ണൻ താങ്കൾ സമ്മതിക്കുകയാണ്? ഞാൻ പറഞ്ഞത് അത് എന്റെ വായിലോട്ട് തിരുകാതെ ഞാൻ പറഞ്ഞൊരു ജനറൽ സത്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പം അത് ശരി, അത് വ്യക്തിയുടെ അഭിപ്രായമായി നമ്മൾ താങ്കൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിജെപിയുടെ പ്രതിനിധിയാണ്, ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ്, ജയിച്ചാൽ ബിജെപിയുടെ MLA ആണ്. അപ്പം അതൊരൊറ്റ വ്യക്തി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ മാത്രമല്ല ഒരു പല പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇപ്പം മതം, ഹിന്ദു MLA എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും വർഷക്കാലമായിട്ട്. ഇവിടെ വിജ്ഞാപനം വന്നാൽ മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്. ആ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ കൃത്യമായി 300 പേജുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞ് ആ പേജിൽ കൃത്യമായി മതം പറഞ്ഞോ, അമ്പലങ്ങളിലോ അതിപ്പോ പള്ളിയാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ഈ ആരാധനാലയങ്ങളെ ഒരു പ്രചാരണ വിഷയമാക്കരുത്, അത് തെറ്റാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ചും മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും അത് നിയമലംഘനമാണ്. അതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ചെയ്തിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങൾക്ക് 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഓരോ പാർട്ടിക്കുണ്ട്. അവരെ ആരെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ വ്യക്തിപരമായ ഒരു ആഗ്രഹം പറയുന്നു എന്ന് കരുതി നിങ്ങളത് ആ പാർട്ടിക്ക് മൊത്തം അങ്ങ് ചാർത്തി കൊടുക്കരുത്. അത് ശരിയായ കാര്യമല്ല. നിങ്ങൾ അവിടെ നിൽക്കൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാലെന്ന് പറ്റും. യു സ്റ്റോപ്പ് ദെയർ ആൻഡ് അലോ മീ ടു ടോക്ക്. നമ്മുടെ പാർട്ടിയെ പറ്റി നിങ്ങൾ കണ്ണുമടച്ച് ചെളിവാരി തേക്കുന്നത് ശരിയല്ല. പാർട്ടിക്കൊരു വർക്കിംഗ് ഫിലോസഫി ഉണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള എല്ലാവരും ഒന്നാണ്, ഒരു ജാതിയാണ്, ഒരു മതമാണ്, നേഷനാണ്. BJPയുടെ മതവും ജാതിയും മതവും ഒക്കെ രാഷ്ട്രമാണ്. സ്ഥാനാർത്ഥികൾ പലരും അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ചോദ്യം, അതിനെ നിങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൊത്തത്തിൽ അഭിപ്രായമായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അഭിപ്രായമായി നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതല്ല BJPയുടെ നയമെങ്കിൽ, അത് ബി ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ അഭിപ്രായമാണെങ്കിൽ BJP ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമോ? അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാർട്ടിക്ക് ദോഷം വരുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തിരുത്തും. അതൊന്നും സംശയമൊന്നുമില്ല. ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മൊത്തത്തിൽ നമ്മുടെ രാജ്യം മൊത്തം ഒരു പാർട്ടിയുടെ തലയിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നത് ഒരു പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് ആയാലും അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തിരുത്തുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അത് തെറ്റാണ്, തിരുത്താൻ മെക്കാനിസം ശരിയായിട്ടാണോ തോന്നിയത്?
നിങ്ങൾ വായിച്ച് നിങ്ങളെ പറഞ്ഞോന്ന് എനിക്ക് കേൾക്കാൻ മേലായിരുന്നു. നിങ്ങളിത് കിളക്കിളാന്നൊരു എനിക്കൊരു ശബ്ദം കേട്ടല്ല. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ടു മീ. നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ താങ്കൾക്ക് ഒന്നുകൂടി ഇതാ ക്ലിയർ ആയി കേൾപ്പിച്ചു തരാം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഇടതും വലതും ഒരു ഹിന്ദു MLA ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് പറയുന്നത്. തെറ്റാണോ ശരിയാണോ? ഈ ഒരാൾ പറയണതിനൊക്കെ തെറ്റും ശരിയും പറയാൻ ഒരു വ്യക്തി എന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 15 കോടി അംഗങ്ങളിൽ ഒരാളാണ് ഞാൻ. ഓരോരുത്തരും പറയുന്നത് തെറ്റ് ശരിയെന്ന് വിധിക്കുന്നത് ശരിയല്ല. അങ്ങനെ പാടില്ല. അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് കാണുന്നു, ഞാനത് കാണുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഒരു ജാതിയുടെ പാർട്ടിയല്ല, ഒരു മതത്തിൻ്റെ പാർട്ടിയല്ല. എന്നാൽ BJPക്ക് ഒരു ജാതിയുണ്ട്. എന്താണ്? രാഷ്ട്രമാണ് ജാതി. ഒരു മതമുണ്ട്, അത് രാഷ്ട്രമാണ്. ഒരു വിശ്വാസമുണ്ട്, അത് രാഷ്ട്രമാണ്. ഒരു വിശ്വാസമുണ്ട്, അത് രാഷ്ട്രമാണ്. അതിലുള്ള 146 കോടി ഉണ്ടെന്ന് പറയുന്ന എല്ലാവരും ഭാരതീയരാണ്, ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ എന്നും പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരും അഭിപ്രായം എടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സബ്കാ വികാസ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് B. ഗോപാലകൃഷ്ണൻ കേൾക്കാതെ പോയതായിരിക്കുമോ? അതൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഇതൊന്നും എന്നോട് ചോദിക്കരുത്. അദ്ദേഹത്തെ കുറ്റം പറയാനും കുറ്റവിചാരണ ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ 140 കാൻഡിഡേറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള 15 കോടിയോളം അംഗങ്ങളും അവരുടെ അഭിപ്രായം ഓരോന്നിലും പറയും. അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നൊരു മെക്കാനിസം പാർട്ടി. ഞാൻ ആദ്യം ഇത് അമ്പല കമ്മിറ്റിയിലേക്കോ ഇത് മഹല്ല് കമ്മിറ്റിയിലേക്കോ അല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിയമസഭയിലേക്കല്ലേ? നമ്മുടെ എല്ലാവരുടെയും MLA-മാരായും നമ്മുടെ എല്ലാവരുടെയും മന്ത്രിമാരായൊക്കെ വരേണ്ട ആളുകളല്ലേ? അപ്പൊ ഒരു ഹിന്ദു MLA എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വർഗീയമായ ഭാഷയാണത്. ഈ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടത് എന്താണ്, അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടെ വെളിയിൽ വന്നത് എന്താണ് എന്നൊക്കെ ശരിയായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ അദ്ദേഹത്തിന് കഴിയത്തുള്ളൂ. അതിന് നിങ്ങൾ ക്ലാരിറ്റി വേണം. യു ഷുഡ് ആസ്ക് ഹിം. ബട്ട് ഐ ക്യാൻ ഓൺലി സേ ഡോണ്ട് പുട്ട് എവറി ബ്ലെയിം ഓൺ ദ പാർട്ടി വിച്ച് ഈസ് നോട്ട് ദ പാർട്ടി ദാറ്റ് യു ആർ തിങ്കിങ്. ഇതിലൊരു പ്രശ്നം, ഇപ്പം വികസനമാണ് പ്രശ്നമെങ്കിൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ദിവസേന 5 ലക്ഷം ലിറ്റർ കുടിവെള്ളം അത് ഉറപ്പാക്കിയത് KV അബ്ദുൽ ഖാദർ MLA ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഗുരുവായൂരിലേക്ക് എത്തുന്ന ഭക്തർക്ക് യാത്രാ പരിമിതി ഉണ്ടായ സമയത്ത് അവിടെ മേൽപ്പാലം ഒരുക്കി അഴുക്കുചാൽ പദ്ധതി ഇറക്കി മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി. അങ്ങനെ പദ്ധതികൾ നടപ്പാക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹിന്ദു MLA വന്നാൽ ഇപ്പം വികസനം നമുക്ക് പറയാം, അവിടെ പദ്ധതികൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പറയാം. ഇതൊരു ക്ഷേത്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ഹിന്ദു MLA ഇല്ല എന്ന് പറയുന്നത് അത് BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അതാണോ BJPയുടെ ആശയം? ഇത് വീണ്ടും നിങ്ങൾ BJPയുടെ ആശയം എന്ന് പറഞ്ഞാൽ BJPയുടെ ആശയമല്ല. ഒരു കാൻഡിഡേറ്റിൻ്റെ ചിന്തയിൽ വന്ന ഒരാശയമായിരിക്കും. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അനലൈസ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആണ്. പിന്നെ നിങ്ങൾ പറയണു ഒരു അബ്ദുൽ ഖാദർ കൊണ്ടുവന്നു. വൈ ഡു യു സേ ഓൾ ദീസ് തിങ്സ്? യു ട്രൈ ടു സേ നമ്മുടെ വേറെ ഒരു MLA കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോരെ. അത് മതത്തിന്റെ പേര് ചേർത്ത് പറയുന്നത് എന്തിനാണ്? അതിന് നിയോഗിക്കപ്പെട്ടു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അബ്ദുൽ ഖാദർ ഒരു MLA കൊണ്ടുവന്നു. MLA-യുടെ പേര് പതായതിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ ഹിന്ദു MLA മുസ്ലിം അത് MLA-യുടെ പേരാണത്. നിങ്ങളെ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു വരണം. അതാണ് ഇൻഡയറക്ട്ലി യു ആർ ടോക്കിംഗ്. ഞാൻ ഇൻഡയറക്റ്റ് ആണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഡയറക്റ്റ് ആയിട്ട് ആരോപിക്കുന്നു. ഏതാണ് മോശം? അല്ലല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു MLA-യുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒരു MLA എന്താണ് കൊണ്ടുവന്ന വികസനം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് ആയി പറയുന്നു എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയി നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയുന്നതിന് മറുപടിയുമില്ല. ഇല്ല, അത് ഞാനല്ല പറയേണ്ടതെന്നാ പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. എന്താണ് അതിന്റെ കോണ്ടെസ്റ്റ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹം ഹിന്ദു വർഗീയവാദം നടത്തുകയാണോ എന്നുള്ളതിന്റെ ക്ലാരിറ്റി അദ്ദേഹത്തിനോട് കൊടുക്കണം. അല്ല നിങ്ങൾ അതിനടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിലെ ആള്, നിങ്ങളുടെ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പാർട്ടിയുടേതെന്നൊക്കെ പറയരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു.